നമസ്കാരം. ഏറെ നാളത്തെ അവഗണനകൾക്കും തിരിച്ചടികൾക്കും ശേഷം സഞ്ജു സാംസന്റെ നാളുകൾ തിരിച്ചു വരികയാണ്. ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസ് 2020 പോരാട്ടത്തിന് ഇന്ത്യയെ നയിക്കുക ഒരുപക്ഷെ സഞ്ജു ആയിരിക്കും. ഡൽഹിയിൽ BCCI ആസ്ഥാനത്ത് മുതിർന്ന സെലക്ടർമാരും സീനിയർ ടീം മാനേജ്മെന്റും തിരക്കിട്ട ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് മത്സരങ്ങൾ അടുത്തടുത്തായി വരുന്നത് കൊണ്ടും വരാൻ പോകുന്ന വലിയ ടൂർണമെന്റുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയും നിലവിലെ ക്യാപ്റ്റനോ താരങ്ങൾക്കോ അമിത സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ റൊട്ടേഷൻ പോളിസി നടപ്പാക്കണം എന്നാണ് സെലക്ടർമാർക്ക് മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒടുവിൽ 2 പേരുകളിലാണ് അവർ എത്തി നിൽക്കുന്നത്. ഒന്ന് സഞ്ജു സാംസൺ, 2 ശുഭ്മൻ ഗിൽ. ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ഫോർമാറ്റിലും തിളങ്ങാൻ പോകുന്ന ഒരു യുവ നായകനെ വളർത്തിയെടുക്കുക എന്ന ദീർഘകാല കാഴ്ചപ്പാടാണോ, അതോ ഏഷ്യൻ ഗെയിംസ് പോലെ വലിയൊരു ടൂർണമെന്റിൽ പെട്ടെന്ന് ഫലം തരാൻ ശേഷിയുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്ന പരിചയസമ്പന്നനായ ഒരു ലീഡറെ നിയമിക്കണോ എന്ന കാര്യത്തിലാണ് BCCIക്ക് വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. ടോപ്പ് ഓർഡറിലെ ശുഭ്മൻ ഗില്ലിന്റെ ശൈലി പരിശോധിച്ചാൽ ആങ്കർ റോൾ കൃത്യമായി കൈകാര്യം ചെയ്യാനും ഇന്നിംഗ്സ് സമാധാനത്തോടെ കെട്ടിപ്പടുക്കാനും പവർ പ്ലേ ഓവറുകളിൽ വിക്കറ്റുകൾ കളയാതെ ടീമിന് ഉറച്ച അടിത്തറയാകാനും അദ്ദേഹത്തിന് പ്രത്യേക മിടുക്കുണ്ട്. ഗിൽ ഒരു വശത്ത് നിലയുറപ്പിക്കുമ്പോൾ മറുനിലയ്ക്കൽ ഓപ്പൺ ചെയ്യുന്ന ആക്രമണകാരിയായ ബാറ്ററിന് റൺ റേറ്റ് മുകളിലേക്ക് ഉയർത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യവും ലഭിക്കുന്നുണ്ട്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ച പരിചയവും അന്താരാഷ്ട്ര തലത്തിൽ വൈസ് ക്യാപ്റ്റനായും മറ്റും സമ്മർദ്ദഘട്ടങ്ങളിൽ തന്ത്രങ്ങൾ മെനയാൻ കാണിച്ച ചാതുര്യവുമാണ് ഗില്ലിന് അനുകൂല ഘടകമാകുന്നത്. മാത്രമല്ല ടെസ്റ്റ് ഏകദിന ഫോർമാറ്റിൽ സീനിയർ താരങ്ങളെ അടക്കം നയിച്ച പരിചയവുമുണ്ട് ഗില്ലിന്. എന്നാൽ മറുവശത്ത് സഞ്ജു സാംസണിലേക്ക് വരുമ്പോൾ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. പവർ പ്ലേ കഴിഞ്ഞുള്ള മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാരെ അതിരൂക്ഷമായി ആക്രമിക്കുകയും ഒറ്റയ്ക്ക് കളിയുടെ ഗതി മാറ്റാൻ പോകുന്ന കൂറ്റൻ സിക്സറുകൾ പായിക്കുകയും ആദ്യാവസാനം വരെ ഇന്നിംഗ്സ് സ്റ്റെബിലിറ്റിയോടെ കൊണ്ടുപോകാൻ സാധിക്കും എന്നതുമൊക്കെയാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി. കേരളത്തിലും വിദേശത്തുമുള്ള ആവേശഭരിതരായ വൻ ആരാധക പിന്തുണ സഞ്ജുവിന്റെ കരുത്തും കൂട്ടുന്നുണ്ട്. അതിലുപരിയായി IPL-ലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും രാജസ്ഥാൻ റോയൽസിനെ നയിച്ച് തെളിയിച്ച മികച്ച നായക പരിചയ സമ്പത്ത് സഞ്ജുവിന് അനുകൂലമായുണ്ട്. മാത്രമല്ല കോച്ച് ഗൗതം ഗംഭീറിനും താല്പര്യം സഞ്ജു നായകനായി വരണം എന്നതാണ്. സെലക്ഷൻ കമ്മിറ്റിയുടെ കടുംപിടുത്തത്തെ തുടർന്നാണ് ഗംഭീറിന് ഇതുവരെ മൗനം പാലിക്കേണ്ടി വന്നത്. എന്നാൽ VVS ലക്ഷ്മൺ ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായ പശ്ചാത്തലത്തിൽ സഞ്ജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഗംഭീറിന്റെ വക ലഭിക്കാനും ഇടയുണ്ട്. മാത്രമല്ല ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, വിക്കറ്റിന് പിന്നിൽ ഗ്ലൗസുമായി നിൽക്കുന്ന ഒരാൾക്ക് കളിയെ മൊത്തത്തിൽ നിരീക്ഷിക്കാൻ കഴിയും എന്നതാണ്. ഫീൽഡ് മാറ്റങ്ങൾ വേഗത്തിൽ വരുത്തുന്നതിനും അതിസൂക്ഷ്മമായി DRS തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വിക്കറ്റ് കീപ്പർ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് വലിയൊരു മേൽക്കൈ അവിടെ ലഭിക്കുന്നുണ്ട്. ഒരേ സമയത്ത് ഒന്നിലധികം പരമ്പരകളും വിദേശ പര്യടനങ്ങളും വരുന്നതിനാൽ തന്നെ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകി വർക്ക് ലോഡ് കൃത്യമായി മാനേജ് ചെയ്യുക എന്നതാണ് സെലക്ടർമാർക്ക് മുന്നിലെ പ്രധാന കടമ്പ. ഗില്ലിന് ക്യാപ്റ്റൻസി നൽകിയാൽ അടുത്ത ഏതാനും വർഷങ്ങളിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും ഒരുപോലെ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ ക്യാപ്റ്റനെ ഇന്ത്യക്ക് വാർത്തെടുക്കാം. അതേസമയം സഞ്ജുവിനെ ചുമതല ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ കളിതന്ത്രങ്ങളും വിക്കറ്റ് കീപ്പിംഗ് മികവും മിഡിൽ ഓർഡറിലെ തകർത്തടിയും ടീമിന് ഉടനെ തന്നെ വലിയൊരു റിസൾട്ട് കിട്ടും. അതൊരു നേട്ടമായി മാറുകയും ചെയ്യും. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു നിലവിലുണ്ട്. അഫ്ഗാൻ പരമ്പര സെപ്റ്റംബർ മധ്യത്തോടെ നടക്കാനും പോവുകയാണ്. ഈ പരമ്പരയിൽ സഞ്ജുവിന്റെ പ്രകടനം വിലയിരുത്തിയാകും മാനേജ്മെന്റും സെലക്ഷൻ കമ്മിറ്റിയും സഞ്ജുവിനായി മാർക്കിടുക. നായകസ്ഥാനത്തെക്കുറിച്ചുള്ള നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് അതോടെ വിരാമവുമാവും. ഗില്ലിന്റെ ശാന്തവും സാങ്കേതികവുമായ ബാറ്റിംഗ് ശൈലിയാണോ, അതോ സഞ്ജു സാംസന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിയാണോ, അതോ സമയോചിതമായ തന്ത്രങ്ങളാണോ ഇന്ത്യക്ക് സ്വർണത്തിലേക്ക് വഴി തുറക്കുകയെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും ആരാധകരുടെ വാദപ്രതിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയമാണിത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏഷ്യൻ ഗെയിംസ് 2020 പോരാട്ടത്തിൽ ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യൻ ആരാണ്? ഗില്ലാണോ അതോ സഞ്ജുവാണോ? താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.